ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാലടി സർവകലാശാലയിലെ ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വ്യാകരണ വിഭാഗം മേധാവിയുടെ ഭീഷണി. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമാണ് വകുപ്പ് മേധാവിയുടെ ഭീഷണി. RIC ഓപ്പൺ ഡിഫൻസ് സെഷനുകളിൽ സഹായം നൽകില്ലെന്നാണ് ഡോക്ടർ RD സുനിൽകുമാറിന്റെ ഭീഷണി. ഗവർണറുടെ പരിപാടിയിലും അധ്യാപികയുടെ യാത്രയപ്പ് ചടങ്ങിലും പങ്കെടുക്കണമെന്നും സഹകരിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തണമെന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. അങ്ങനെ വ്യാകരണ വിഭാഗം മേധാവിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. 20-നും 21-നും 2 പ്രോഗ്രാംസ് ഉണ്ട്. രണ്ടിനും നിങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകണം. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കുന്നു അത് ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. വെറുതെ മനസ്സിൽ മാത്രമല്ല എഴുതി വെക്കും ആരൊക്കെ സഹകരിച്ചു എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അങ്ങോട്ടുള്ള പല പല പരിപാടികളുണ്ടല്ലോ, അറിയാലോ. അവസാന RIC ഓപ്പൺ ഡിഫൻസ് വരെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം വേണ്ട രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ആ രീതി പരിഗണിക്കൂ. ഞാൻ വളരെ കർശനമായി പറയാം. പ്രൊഫസർ RD സുനിൽകുമാറിന്റെ വാക്കുകളാണ് കേട്ടത്. സംഭവം പരിപാടിയിൽ ആളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു നമ്പറാണെങ്കിലും അത് വിവാദമായിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഓഡിയൻസിനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പ് മേധാവിയുടെ ഒരു ഭീഷണിയായിട്ട് കാണണോ, അതല്ല ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അനുഭവിക്കുമെന്നുള്ള ഗൗരവമായ ഭീഷണിയായിട്ട് കാണണോ? എങ്ങനെയാണ് വിദ്യാർത്ഥികൾ എന്താ പറയുന്നത്? അതിനകത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്നാണ് അല്ലേ അർജുൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും തീർച്ചയായും വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സർക്കുലർ പുറത്തിറക്കുകയും അത് വിവാദത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അധ്യാപകൻ തന്നെ ഇത്തരമൊരു ശബ്ദരേഖ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. അതായത് അവിടെയുള്ള സംസ്കൃത വ്യാകരണ വിഭാഗം മേധാവിയായ പ്രൊഫസർ RD സുനിൽകുമാറിന്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ശബ്ദരേഖയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് ഈ പരിപാടിയിൽ, അതായത് ഗവർണർ പങ്കെടുക്കുന്ന ശ്രീശങ്കര ജയന്തി ആഘോഷ പരിപാടിയിലും അതോടൊപ്പം തന്നെ അധ്യാപികയുടെ സെൻഡ് ഓഫ് ചടങ്ങിലും കൃത്യമായി പങ്കെടുക്കണം. പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളുടെ പേരുകൾ കൃത്യമായി മനസ്സിലല്ല, കൃത്യമായി പേപ്പറിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. മാത്രവുമല്ല അവർക്ക് പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നും ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഇനി ഗവേഷക വിദ്യാർത്ഥികളോടക്കമാണ് ഈ ഭീഷണി ഉന്നയിക്കുന്നത്. RIC അടക്കമുള്ള കാര്യങ്ങൾ, ഓപ്പൺ ഡിഫൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, അതിൽ സഹകരിക്കണമല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട ഭീഷണിയായി ഉയരുന്നത്. മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സഹകരണം ഉണ്ടാകില്ല, സഹായം ഉണ്ടാകില്ല എന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ SFI അടക്കമുള്ള പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രജിസ്ട്രാർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അക്കാദമിക് ഇതര പരിപാടികളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ അക്കാദമിക് വിഷയങ്ങളിൽ ഇത്തരത്തിൽ സഹകരിക്കില്ല അല്ലെങ്കിൽ സഹായിക്കില്ല എന്നത് സ്വാഭാവികമായ ഒരു വലിയ ഭീഷണിയാണ്. അതിനെതിരെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് SFI അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. നമ്മൾ അധ്യാപകരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഭീഷണിയല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ പരിപാടിയിൽ ആളെത്തിക്കണം. പലപ്പോഴും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പങ്കെടുക്കാറില്ല, വിദ്യാർത്ഥികൾ പങ്കെടുക്കാറില്ല. അത് ഈ പരിപാടിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഉറപ്പുവരുത്തേണ്ടത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു HOD എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ പേരിൽ മാത്രമാണ് താൻ അത്തരമൊരു ശബ്ദരേഖ ഇട്ടത് എന്നാണ് അധ്യാപകന്റെ വിശദീകരണം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പലപ്പോഴും ഈ കോളേജിലെ ചില അധ്യാപകർ, കോളേജിലും സ്കൂളിലും ഒക്കെ ചില അധ്യാപകർ ഈ നമ്പർ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. ചില പരിപാടികൾ വിദ്യാർത്ഥികളുടെ നന്മയെ കരുതി സംഘടിപ്പിക്കുന്ന ചില പരിപാടികളുണ്ട്. ഞാൻ ഈ പരിപാടിയെക്കുറിച്ചല്ല. ആ സമയത്തൊക്കെ അവിടെ പലപ്പോഴും അറ്റൻഡൻസ് ഉണ്ടാവില്ല. പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോയി എങ്ങനെയെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പോൾ ആ പിള്ളേരെ എങ്ങനെയാണ് തിരിച്ച് ഈ സെമിനാർ ഹാളിൽ എത്തിക്കുക എന്ന് അധ്യാപകർ ആലോചിക്കുമ്പോൾ അധ്യാപകരുടെ ഉരുട്ടുബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ വരും. നമുക്ക് അറ്റൻഡൻസ് അവിടെ വെച്ചെടുക്കാം എന്ന് പറയും. അങ്ങനെ ഹാളിൽ വെച്ചും സെമിനാർ ഹാളിൽ വെച്ചും അറ്റൻഡൻസ് എടുക്കുന്ന ചില അധ്യാപകരും ബിരുദന്മാരും ഒക്കെ ഉണ്ട്. അതേപോലെ ഒരു ഭീഷണിയായിട്ടാണോ ഇത് വന്നതെന്നറിയില്ല. എന്തായാലും ഓപ്പൺ ഡിഫൻസിനൊന്നും ഞങ്ങൾ സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. ഓപ്പൺ ഡിഫൻസ് ആ വിദ്യാർത്ഥിയുടെ അവകാശമല്ലേ, ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കാതെ വേറെ ആരും സഹകരിക്കാൻ.